വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു ടെക്നോളജീനെ, അതായത് ഒരുപാട് ഇ വി കാറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഞാനുമൊരു മഹീന്ദ്ര B6 എടുക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം, പല യൂട്യൂബർമാരും പറയാത്ത, അല്ലെങ്കിൽ പല ആൾക്കാരും പറയാത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് 31 ലക്ഷം 32 ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി മേടിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു വലിയ എമൗണ്ട് അല്ല. അതായത് അതിലൊരു നമ്മളുടെ ഒരു ഹിഡൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു വൺ ടൈം കോസ്റ്റ് നമ്മളവിടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവഴിക്കേണ്ടതായി. ഈ കാര്യം ഒരാളും പറയണം ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു 25,000 മുതൽ ഒരു 50,000 രൂപ വരെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ ചാർജർ വെക്കാനായിട്ട് ഇപ്പോൾ അതായത് നമ്മളുടെ ഫാസ്റ്റ് ചാർജിങ്ങാണ് എല്ലാം വരുന്നത്. 7.5 വരുന്നുണ്ട്, പിന്നെ 11+ അതിൻ്റെയും ചാർജർ വരുന്നുണ്ട്. ആ ചാർജർ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രത്യേകിച്ച് കേരളത്തിൽ KSEB ആണ്. ഈ KSEBയിൽ നമ്മൾ പൊതുവെ എല്ലാവരുടെ അടുത്തും ലോഡ് ഉണ്ടായിരിക്കുക, നമ്മുടെ കണക്റ്റഡ് ലോഡ് ഉണ്ടായിരിക്കുക 4kW, അല്ലെങ്കിൽ അത് സിംഗിൾ ഫേസ് ആണെങ്കിൽ 4kW താഴെ, അല്ലെങ്കിൽ 5kW താഴെ വരുള്ളൂ. 3 ഫേസ് ആകുമ്പോൾ എല്ലാവരും 10kW താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 11kW ചാർജർ വരുമ്പോൾ നമുക്കത് 20kW അല്ലെങ്കിൽ 22kW ആയിട്ട് മാറ്റേണ്ടി വരും. അതിന് KSEB 16,000 രൂപ കൺവേർഷൻ ചാർജ്, 16,005 രൂപയോളം കൺവേർഷൻ ചാർജസ് പറഞ്ഞിട്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കോസ്റ്റ്. അതുകൂടാതെ KSEB തരിക നമുക്ക് 6 സ്ക്വയർ mm വയർ മാത്രത്തിലുള്ള സർവീസ് വയറാണ്. അപ്പോൾ നമ്മുടെ സർവീസ് വയർ ഒരു 50-60 മീറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കോസ്റ്റ് വരും. കാരണം നമ്മൾ സർവീസ് വയർ 16 സ്ക്വയർ mm വയറെങ്കിലും നമുക്ക് ഇടേണ്ടതായി വരും. അപ്പോൾ നമുക്ക് അതിന് എങ്ങനെ പോയാലും ഒരു 120-150 രൂപ വെച്ച് മീറ്ററിന് വെച്ച് സർവീസ് വയർ മേടിക്കുമ്പോൾ തന്നെ അത് വലിയൊരു കോസ്റ്റായി. ചിലവരൊക്കെ ഒരുപാട് 30-40 അല്ലെങ്കിൽ 30 മീറ്ററൊക്കെ ഉണ്ടാവും ചിലവർ, അല്ലെങ്കിൽ മിനിമം 25-30 മീറ്ററെങ്കിലും മിനിമം ഉണ്ടാവും ആൾക്കാരുടെ. അപ്പോൾ അതൊരു കോസ്റ്റ്. നമ്മളൊരു MCB, അതായത് മീറ്ററിൽ നിന്ന് താഴേക്ക് ഒരു MCB 40 ആംപിയറിൻ്റെ, മിനിമം 40 ആംപിയറിൻ്റെ 4 പോൾ ഒരു MCB വെച്ച് കൊടുക്കണം. ആ MCB എന്നാണ് ഇവർ സാധാരണ. ഇപ്പോൾ മഹീന്ദ്ര ആണെങ്കിൽ 15 മീറ്ററോളം അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ 10 മീറ്റർ, മറ്റു പലവരും 10 മീറ്ററാണെന്ന് തോന്നുന്നുണ്ട് അതൊരു ആ കണക്ടിവിറ്റി വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, അതായത് ലോഡ് നമ്മൾ അപേക്ഷിക്കുമ്പോൾ, KSEBയിൽ അപേക്ഷിക്കുമ്പോൾ അതൊരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, ലൈസൻസ് കോൺട്രാക്ടർ, അദ്ദേഹം സൈൻ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനൊരു ഫീസ് എല്ലാം കൂടി ഒരു 30, 35, 40, 50,000 അവിടേക്ക് നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് ഉണ്ട്. ഇത് പല ആൾക്കാരും പറയുന്നില്ല വാസ്തവത്തിൽ. കാരണം അതൊരു വൺ ടൈം എക്സ്പെൻസ് അല്ല. പക്ഷേ ആ വൺ ടൈം എക്സ്പെൻസ് കസ്റ്റമറിനെ ബാധിക്കുന്നൊരു എക്സ്പെൻസാണ്. അതൊരിക്കലും ഈ പറയുന്ന സോക്കോൾഡ് EV കമ്പനികളൊന്നും തരുന്നില്ല. കാരണം അവർ ആ ചാർജർ തരും, അതിലും ആ ചാർജർ ഇൻസ്റ്റാൾ ചെയ്ത് തരും, അതിന് മേലെ അപ്പുറമൊന്നുമില്ല. അതിനവർ ഇപ്പോൾ മഹീന്ദ്രയ്ക്കാണെങ്കിൽ 11kW ചാർജറാണെങ്കിൽ 75,000 മേടിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമുക്ക് 75,000 അല്ല, അതുകൂടെ ഒരു 50,000 കൂട്ടിക്കോളും. ഒരു 30, 35, 50 അവിടേക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ യൂട്യൂബർമാരോ അല്ലാന്നുണ്ടെങ്കിൽ പലതും നമുക്കറിയാം പെയ്ഡ് പ്രൊമോഷനായിരിക്കാം, ആരും പറയുന്നില്ല. ഇത് പറയാത്തൊരു സത്യമാണ്. നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ഒരു വൺ ടൈം എക്സ്പെൻസ് എന്ന് EVയുടെ ഒരുവിധം എല്ലാ EVക്കും ഉണ്ട്. മഹീന്ദ്രയുടെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു 11 മേലെ KWയുടെ ചാർജറാണ്. 7+ KWയുടെ അവരടുത്ത് ചാർജറുണ്ട്, 2+ൻ്റെയും ചാർജറുണ്ട്. പക്ഷേ നമുക്കറിയാം, നമുക്കാർക്കും ബിസി ലൈഫാണ്. അപ്പോൾ എത്രയും ഫാസ്റ്റായിട്ട് ചാർജ് ആകാനാണ് നമ്മൾ ശ്രമിക്കുക. പക്ഷേ നമ്മളെല്ലാവരും ആലോചിക്കണം, നമുക്കിങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഫോർമാലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ കണക്റ്റഡ് ലോഡ് ചെക്ക് ചെയ്ത് അവർ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ലോഡ് ചെക്ക് ചെയ്യും, ഇലക്ട്രോണിക് ലോഡ് ചെക്ക് ചെയ്തിട്ട് അവർ പറയും. അതിനുശേഷം നമ്മൾ KSEBയിൽ ഇത് അപ്ലൈ ചെയ്യണം. KSEBിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കണം, ഈ 16,005 രൂപ അടയ്ക്കണം, നമ്മൾ അഡീഷണൽ കേബിൾ മേടിച്ച് കൊടുക്കണം. KSEB ഒരിക്കലും പറയുന്നില്ല കേട്ടോ നമ്മൾ കേബിൾ മേടിച്ച് തരാം. അതായത് നമുക്ക് ഈ 11kW അതുകൂടെ നമ്മുടെ കണക്റ്റഡ് ലോഡ് 9kW, 20kW. അപ്പോൾ 20kW ഇട്ട് നമുക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 16 സ്ക്വയർ mm സർവീസ് വയർ വേണം. അപ്പോൾ അതൊരു കോസ്റ്റ്. MCB 4 പോൾ MCB 3 ഫേസ് ആകുമ്പോൾ 4 പോൾ MCB അതിൻ്റെ ഒരു കോസ്റ്റ്, വയറുടെ കോസ്റ്റ്.
കേസിങ്ങിൻ്റെ കോസ്റ്റ് എല്ലാം കൂടി ഒരു അഡീഷണൽ ഓവർ ആൻഡ് എബവ് നമ്മളുടെ ഒരു 40,000 to 50,000 കോസ്റ്റ് വരും. ഈ കോസ്റ്റ് ഞാൻ എവിടെയും പറയണത് ആരും പറയുന്നത് കേട്ടില്ല, അതിൻ്റെ ഒരു പ്രോസസ്സും ആരും പറയണത് കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നി, ഞാൻ വണ്ടി എടുക്കാൻ പോകുമ്പോൾ എനിക്ക് തോന്നിയത് എല്ലാവരും ഒന്ന് അറിയിച്ചാൽ കൊള്ളാം, ഇങ്ങനൊരു കോസ്റ്റും കൂടി ഉണ്ട്. പലപ്പോഴും നമ്മൾ വണ്ടിയുടെ ഓർഡർ കൊടുത്തതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ പിന്നെ ആലോചിക്കും 31 ലക്ഷം രൂപ ചിലവാക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 32 ലക്ഷം രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ 50,000 ആണോ എന്ന് ചിന്തിക്കും. പക്ഷേ അതൊരു കോസ്റ്റാണ്, യാതൊരു സംശയമില്ല. പലപ്പോഴും അത് EV കമ്പനികളത് ശരിക്കും അത് അവരാണ് ആ കോസ്റ്റ് കൂടി അതിൽ ബെയർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൂടാതെ നമ്മളത് കൂടാതെ ഓരോ KWന് 300 രൂപ വെച്ചിട്ട് അഡീഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടയ്ക്കണം. അത് നമുക്ക് പിന്നെ വർഷത്തിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. പക്ഷേ ഈ 16,005 റുപ്പീസ് ഈ കൺവേർഷൻ ചാർജസ് പറഞ്ഞ് മേടിക്കുന്നത്, അത് എന്താ ചെയ്യണമെന്ന് എനിക്കും അറിയില്ല വാസ്തവത്തിൽ. നമുക്ക് തരുന്നത് 6 സ്ക്വയർ എമ്മിൻ്റെ വയറാണ് KCB. 10 KW അല്ലെങ്കിൽ 9 KW നമ്മൾ 20 KW വരെ 25 KW വരെ 16,500 രൂപയാണ് ഫീസ് കൊണ്ട് KCBയുടെ. ഇവിടെ തൃശ്ശൂർ TCDയിൽ കുറച്ചുകൂടി കുറവാണ്, പക്ഷേ KCBയിൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോസ്റ്റും കൂടി ഇതിലുണ്ട്. ഓൾമോസ്റ്റ് ഒരു 35,000 to 40,000 അല്ലെങ്കിൽ 50,000 അഡീഷണൽ കോസ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് EV കാർ മേടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളെല്ലാവരും അറിയിക്കണം. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.